ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. ഇന്നലെ ഡോക്ടർ KT ജലീൽ MLA നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അദ്ദേഹത്തിൻ്റെ കൊപ്പത്തെ സ്ഥാപനം യമ്മി ഫ്രൈഡ് ചിക്കനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. യമ്മിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത്, യമ്മിയുടെ പ്രാരംഭം മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും PK ഫിറോസ് തന്നെയാണ് ഇവിടെ വന്ന് അതിന് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആളുകളെ ക്ഷണിച്ചതും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ഇതര രാഷ്ട്രീയക്കാരും ഒക്കെയായ എല്ലാ ആളുകളെയും ഒക്കെ നേരിട്ട് ക്ഷണിച്ചതൊക്കെ PK ഫിറോസ് തന്നെയാണ്. അതൊരു അദ്ദേഹം ഒളിഞ്ഞോ പാത്തോ ചെയ്തൊരു പരിപാടി ആയിരുന്നില്ല. യമ്മിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KT ജലീൽ MLA കൊപ്പത്തെ ഒരു പറ്റം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ട് പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം ഇന്നലെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജലീൽ MLAയോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്, കൊപ്പത്തെ ഏത് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കൊണ്ട് പരാതി പറഞ്ഞത് എന്ന് പറയാനുള്ള ഒരു മാന്യത അദ്ദേഹം കാണിക്കണമെന്ന് വിനയത്തോടെ ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. കാരണം കൊപ്പത്ത് നിന്ന് ഒരു പ്രവർത്തകനും അങ്ങനെ ജലീൽ MLA കാണാൻ വേണ്ടി പോകില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഒരുപാട് കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അതാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത് യമ്മിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്. കൊപ്പത്തെ ഒരു പറ്റം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ മുൻ മന്ത്രി കൂടിയായ ഡോക്ടർ KT ജലീൽ MLAയുടെ വസതിയിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചു എന്നാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ആരോപിക്കുകയുണ്ടായത്. ഞങ്ങൾ പറയുന്നത്, അതിൽ പോയ ഏതെങ്കിലും ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ പേരോ വിവരങ്ങളോ അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു എന്ന് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ കൊപ്പം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അദ്ദേഹത്തിന് 1000 ധോത്തികൾ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി KT ജലീൽ PK ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ഈ ആരോപണ വിധേയന കുറ്റം ചെയ്ത ഒരു MLA KT ജലീൽ അദ്ദേഹത്തെ രാജിവെപ്പിച്ച ഒരു സന്ദർഭമുണ്ടായി. അതിൻ്റെയൊക്കെ പിന്നിലായിക്കൊണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ഇന്ന് അദ്ദേഹം നിരന്തരം PK ഫിറോസിനെയും അതുപോലെ യൂത്ത് ലീഗിനെയും പ്രത്യേകിച്ച് കൊപ്പം പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആണ് നിരന്തരം ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ വലിച്ചു വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ മറുപടി മുസ്ലിം യൂത്ത് ലീഗ് നൽകുമെന്ന് പറയുകയാണ്.